ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാനേ യൂസ് ചെയ്തിട്ടില്ല. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഓയിൽ യൂസ് ചെയ്യാൻ. നല്ല മണം കേട്ടോ, ഒരുപാട് മരുന്നിൻ്റെ സ്മെല്ലുണ്ട്, ചെമ്പരത്തിയുടെ മണമുണ്ട്. എന്ത് പറ്റി ചുറ്റുമണിയെ പെട്ടെന്ന്? ഞാനൊക്കെ ഇപ്പോൾ 3 വട്ടം ഛർദ്ദിച്ചു പോയി. നാളെ സ്കൂളിലും ഛർദ്ദിക്കാണ്, വീട്ടിലും ഛർദ്ദിക്കാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു യുറാക്ക്. എന്നൊക്കെ നാളെ ഇറങ്ങി നീട്ടു. സ്കൂളുണ്ട്, സ്കൂളിലായിട്ടാണ്. അപ്പൊ സ്കൂളിൽ പോണത്. വരുന്നില്ലല്ലോ, എന്താ പറയണ്ടേ? ഇന്ന് ലീവൊന്നുമില്ല, പോണം. അതാണ് ഡാഡി പറയണത്. എന്തൊക്കെയാ പറയണ ഉറക്കത്തില് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് കൊണ്ടപ്പോ എക്സസൈസ് അച്ഛനെ കൈ പിടിച്ച് വെച്ചിട്ട് ഉറങ്ങണോക്കാം. ഹലോ, വാട്ട് ഈസ് ബേബി ഹാപ്പനിങ് ഹിയർ? തൂക്കല്ല മുടിഞ്ഞ് ടൈം അടിച്ച് എഞ്ചിരി എക്സസൈസ് ചെയ്തേക്കാം. ആൾക്കാരൊക്കെ കാണട്ടെ ബാബ എങ്ങനെ എക്സസൈസ് ചെയ്യാന്ന്. തുടങ്ങ. ആൾക്കാർ കമൻറ്റിൽ എഴുതിയിട്ടുണ്ട്, അറിയോ? ബാബക്കുട്ടിക്ക് മുടി വെട്ടാനായിരുന്നു, മുടി വെട്ടാനുള്ള സമയമായിട്ടുണ്ടെന്ന് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മുടി വെട്ടണ്ട, മുട്ടയാവണം. മുട്ടാക്കി തരാ, കോഴിമുട്ട പോലെ. അതല്ല, മുട്ടക്കുട്ടി എന്ന് പറയും എല്ലാരും. മുട്ട അടിച്ചോ? ഓ, അവളുടെ ഫ്രണ്ട് മുട്ട അടിച്ചു. ആഹാ, ആക്കി തരാലോ. കുട്ടീനെ വിട്ട് വന്നപ്പോഴേക്ക് 9:30 മണിയായി. അവൾ ഇന്നും അസംബ്ലി തന്നെ, ഒരു മാറ്റമില്ല. എന്താണ് ഞാൻ കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് പറ്റണില്ലല്ലേ? പുതിയ വീഡിയോന്റെ നമ്മളെ വ്ളോഗിന്റെ തമ്പനയിൽ ഉണ്ടാക്കിയതാ. പിന്നെ തോന്നി ഇത്രയും ഭീകരമായിട്ടുള്ള തമ്പനയിൽ വേണ്ടാന്ന്. എന്ത് പറയണു? അയാളൊക്കെ ഭാഗ്യം. ഓ, കമ്പ്യൂട്ടർ റൂമിലിരിക്കുന്നു, ചെയ്യുന്നു, പണി ചെയ്യുന്നു. ദുർഭാഗ്യാണേ. ഭാഗ്യം ഓവർലോഡ്. കുളിക്കാൻ പോകുന്നു, അത് 12:30 കുളിക്കാൻ പോകുന്നു ഉച്ചക്ക്. ഭാഗ്യം കൊണ്ടേ, ഭാഗ്യം കൊണ്ട് ഇരിക്കാൻ വയ്യ. ഇയാളെ കെട്ടിയാ പിന്നെ ഭാഗ്യല്ലേ? ഇതുപോലെ തങ്കക്കൂടത്തിന് ലോകത്ത് കിട്ടുമോ? അതെ, എന്താ സംശയം? അപ്പൊ ഏതാ ചോറ്, മുരിങ്ങയില കറി, പപ്പായ ഉപ്പേരി, നാരങ്ങാച്ചാറ്, വേണമെങ്കിൽ തൈരുണ്ടാവൂലേ? മതി. 1:45 ഞാൻ കാത്തിരിക്കുന്ന കഴിക്കന്നെ. ഗൈസ്, ഇത് നോക്കിയേ, ഐസ് കണ്ടോ ഗൈസ്? ഒരു ലോഡ് വെള്ളം കണ്ടോ വന്നുകൊണ്ടേ ഇരിക്കണം ഇതിൻ്റെ പിന്നെ നിന്ന്. ഇത് ഇന്നലെ ഏകദേശം രാവിലെ മറ്റോ ഞങ്ങൾ ഡീഫ്രോസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണാക്കി ഇട്ടതാ ഇതിൻ്റെ മുകളിൽ. ഈ സാധനം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇതുപോലത്തെ പരിപാടി തന്നെ. ഒരു സ്പൂൺ എടുത്തിട്ട് കളയുക. അല്ലാണ്ട് ഈ സാധനം നമുക്ക് തീരുമാനമാക്കണ്ടേ, എങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പാവ അമ്മ രാവിലെ തൊട്ടിട്ട് എന്താ പറയുക, കോരിയെടുക്കുന്നു കളയുന്നു, പിഴിയുന്നു കളയുന്നു. 3 ദിവസം ഒരിക്കൽ ചെയ്യണമെന്നാ പറയണത്. ഇതോടെ 10 ദിവസം ഒരിക്കൽ ചെയ്യുള്ളൂ, 2 ആഴ്ചയിലൊരിക്കൽ. അതുകൊണ്ട് എങ്ങനെ വരില്ല, ഇത്ര വരില്ല. എന്നാലും എങ്ങനെയാണ്? ഫ്രിഡ്ജിന്റെ അടിയിലൊന്നുമില്ലല്ലോ, എങ്ങനെയാ മെഷീൻ വരെ പോയേ? അങ്ങനെ പോകണ വഴി തെരഞ്ഞു പോവല്ലേ, അങ്ങോട്ട് സ്ലാൻഡിങ് തന്നെ. അയ്യോ, പക്ഷെ സത്യം പറയാലോ, ഇയാളുണ്ടാക്കിയ ആ മുരിങ്ങക്കറി ഉണ്ടല്ലോ, പൊളിയാണ്. എന്നാ ടേസ്റ്റ് ആണെന്നറിയോ? വേറെ ലെവലാണ് സാധനം. ഈ മുരിങ്ങക്കറി രാവിലെ ഉണ്ടാക്കിയപ്പോ കണ്ട ഉടനെ എന്താ എത്ര മഞ്ഞപ്പൊടി കോരി ഇട്ടിരിക്കുന്നു, കണ്ടാത്ര പേടിയോ എന്ന് പറഞ്ഞ ആളെന്നെ ഞങ്ങൾക്ക് ആദ്യം കുറച്ച് കുറ്റം പറയണം, പക്ഷെ ഞങ്ങൾ സത്യം പറയും. അപ്പോഴാണ് മനസ്സ് തൃപ്തിയാവുള്ളൂ. പക്ഷെ ലാസ്റ്റ് സത്യം പറയും. ഞങ്ങൾ നേർമയുള്ളവരാണ്, സത്യസന്ധരാണ്. അന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി അടുത്ത ഉടനെ നെഗറ്റീവ്, പിന്നെ നന്നായിട്ടുണ്ട്. അത് ഈ നെഗറ്റീവ് കേൾക്കുമ്പോ ഇന്ദിരാപ്പായി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെന്ന് ഒരു തോട്ട് വരും. സത്യം പറയാലോ. നോക്കിയേ, ഒരു കൊട്ട ഐസ്, ഇത്രയും സാധനം ഇനി അതിനകത്ത് ഇരുന്നിട്ട് ഒരുങ്ങി കഴിഞ്ഞാ അമ്മയ്ക്ക് ഇരട്ടിപ്പണിയാവും. ഇപ്പൊ തന്നെ ഇരട്ടിപ്പണിയാണ്. കണ്ടില്ലേ, രാവിലെ തൊട്ട് തുടങ്ങിയതാ. ഷോൾഡർ പെയിന് ചെറിയൊരു കുറവുണ്ട് കേട്ടോ. ഇന്നലത്തെ അത്ര ഇല്ല, ഞാൻ കൂടുന്ന കരുതിയത്. എന്തായാലും കുറച്ച് സമാധാനമുണ്ട്. കുട്ടീനെ കൊണ്ടുവരാൻ നേരമായി, 3 മണിയായി. 3:30 അവളുടെ സ്കൂള് വിടും. വാവക്കുട്ടി വന്നു.
തുറക്കല്ല ചട്ടി മുറിയുണ്ട്. പാവക്കുട്ടി ഇന്നേ സ്കൂളിൽ ഛർദിച്ചു. ആ സ്കൂളിൽ ഛർദിച്ചു. സ്കൂളിൽ കുപ്പിട്ടുണ്ടായിരുന്നതിലാണ് ചർച്ച തുപ്പി കളഞ്ഞു. അവള് ഛർദിച്ചു അത്ര തന്നെ. ഫുഡ് ഫുള്ള് കഴിച്ചിട്ടില്ല, മാത്രമല്ല അവള് ഛർദിക്കുകയും ചെയ്തു. ആ അപ്പൊ പോവാൻ മുട്ടനുണ്ട്, വേഗം കൊണ്ടുപോയിട്ട് ഇരുത്ത്. പേടിച്ച് ഒരു മിനിറ്റ് എന്തിന് വന്ന് ഛർദിച്ച് വന്ന് അമ്മ എൻ്റെ അവളോട് ചോദിക്കുക എൻ്റെ വാവയെ പോണ്ടോ ചോദിക്കുമ്പോൾ അവൾ കണ്ണ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആകെ പേടിച്ചു. എന്നിട്ട് എന്നെ കൈ കൊണ്ട് കോരി അങ്ങനെ തന്നെ വെച്ച് 3 വട്ടം ഛർദിച്ചു. എന്നിട്ട് ഛർദിച്ചപ്പോൾ കുറച്ച് ആശ്വാസമായി. ഇപ്പൊ പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അയ്യോ ഞാൻ പേടിച്ചു, ആസ്പത്രി കൊണ്ടുവരേണ്ടി വരുമെന്ന്. ഞാൻ വിളിക്കാതിരിക്കായിരുന്നു അങ്ങോട്ട്. എന്ത് പറ്റി ചുറ്റുമണിയെ പെട്ടെന്ന്? ഞാനൊക്കെ ഇപ്പോൾ 3 വട്ടം ഛർദിച്ചു പോയി. നാളെ സ്കൂളിലും ഛർദിക്കാനും വീട്ടിലും ഛർദിക്കാനേ ഛർദിച്ചപ്പോഴാണ് നല്ല ആസ്പത്രിയായത്. ആശ്വാസം ആയത് ഛർദിച്ചപ്പോൾ അല്ലേ? ഇപ്പൊ ആക്റ്റീവായി. അയ്യോ ഞാൻ പേടിച്ചപ്പോ ഒരു മിനിറ്റ് എൻ്റെ കണ്ണിങ്ങനെ പോകുന്നതും അയ്യോ കാണാൻ എങ്ങനെ കണ്ണിന്ന് എങ്ങനെ പോയി ഇങ്ങനെ ആക്കാണ്. ഇതെന്താടാ ഞാൻ പേടിച്ചു പെട്ടെന്ന്. ഞാൻ സ്കൂളും ചത്തിക്കാം വീട്ടിലും ചത്തിക്കാം എന്നും ചത്തിക്കാൻ അന്നും കൂടി ചത്തിച്ചു. അന്ന് കണ്ടില്ലാണ് ഈ ചെടി കഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ചടിച്ച് തുപ്പിത്. അന്ന് അറിയില്ല എന്താണ്. ഏതായാലും മുറിയുടെ ഇല വർക്കായി. മുറിയുടെ ഇല കഴിച്ചാൽ വേഗം പോവും. കുറേ എടുത്തു, ഇല കുറേ എടുത്തിട്ടാണ് ഞാൻ. പക്ഷെ അത് മുഴുവൻ കഴിച്ചില്ല എന്നല്ല പറയുന്നത്. പകുതി എത്ര കഴിച്ചു ഞാൻ. മുഴുവൻ കഴിച്ചില്ലെങ്കിൽ ഇപ്പൊ പോയി. വയറ് ഫുള്ളായിട്ടേ, വയറ് വീഴ്ത്തിട്ടല്ലായിരുന്നു. വിശപ്പുണ്ടാവില്ലായിരുന്നു ആയിരിക്കും. ആയിക്കോട്ടെ, ഇനി നമുക്ക് റെഗുലർ ആയിട്ട് എല്ലാ ആഴ്ചയും മുരുകയുടെ ഇല കമ്പൽസറി വേണം. പിന്നെ വേറെ ഒരു ചീര അതും ഒരു ദിവസം ഉണ്ടാക്കാം. 2 ദിവസം ചീര ഗ്രീൻ ലീവ്സ് കമ്പൽസറി ആണ്. ഞങ്ങൾ അപ്പിട്ടിട്ട് ഇപ്പൊ വന്ന് പാവം വിശക്കുണ്ട്, കഴിക്കുക. കുഞ്ഞുകുമ്പേര് ഒന്നും ഇല്ലാണ്ടായോ? അച്ഛനെ കളിയൊക്കെ മുരിങ്ങയിലക്കൂട്ടല്ലേ സ്കൂളിൽ കൊടുത്തയച്ചാ കഴിക്കണ്ട്, വീട്ടിലാണെങ്കിൽ കഴിക്കില്ല. അപ്പൊ സ്കൂളിൽ കൊടുത്തയച്ചാ തുപ്പിട് നോക്കാ. നമ്മൾ ഇതിന് ഓരോന്ന് നല്ലത് നോക്കി ഉണ്ടാക്കുക. അത് വേസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഇതാക്കിയാൽ അതുകൊണ്ട് തന്നെ സ്കൂളിൽ കൊടുത്തയക്കണേ. ഒരു ദിവസം ഇത് വാങ്ങിക്കൊണ്ടു ചക്രവള്ളി കിഴങ്ങ് സ്കൂളിൽ സ്നാക്സ് പീരീഡിൽ പാക്ക് ചെയ്ത് വിടാം. ദേഷ്യം പറയുന്നത് ആരും കളിയാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. കളിയാക്കാൻ പാടില്ല, അച്ഛനെ ആടും ചവിട്ടിക്കാൻ പാടില്ല, അതൊക്കെ മിസ് പറയുന്നുണ്ട്. ആടോട് കൈ വെക്കാനേ പാടില്ല, അങ്ങനെ തൊടാൻ പാടില്ല. തൊട്ടാ അങ്ങനെ തന്നെ അടിക്കുക അത്ര. അതുകൊണ്ട് അത് അടിക്കാൻ പാടില്ല എന്ന് മിസ്സും പറഞ്ഞു, ദർശനം പറയുന്നുണ്ട്. ഇപ്പൊ അതേമാതിരി അതോട് ചവിട്ടും ആടേനും തൊള്ളാൻ പാടില്ല. അമ്മ മിസ്സാണ് ചവിട്ട് കൊടുക്കും. അമ്മ മിസ് അന്നൊക്കെ അമ്മ മിസ് അയച്ചല്ല ആ കണക്ക് കൊടുത്തത്, പഠിപ്പിച്ചു കൊടുത്തത്. അമ്മ മിസ്സാണേ. അമ്മ മിസ്സാണെങ്കിൽ അച്ഛനെയൊക്കെ വന്ന് ചീത്ത പറയും. മിസ്സുമാരൊക്കെ അങ്ങനെയാണ്. ഇതൊന്നും ചീത്ത പറയൂട്ടോ. മിസ്സാണെങ്കിൽ എന്ത് വേണമെങ്കിലും പറയുന്നു. എന്തൊക്കെയാ പറയണേ? മിസ്സുമാരൊക്കെ ചീത്ത പറയും. बेबी इधर आओ. ഹിന്ദി അറിയത്തില്ല. ഹിന്ദി മാലു നഹി മാലു. എനിക്കും അറിയത്തില്ല. ആകെ അറിയാവുന്നത് 2 വേർഡാ. ഇതെന്ത് എങ്ങനെ കാണിക്കുന്നേ? നേരെ നിക്ക്. ഞാൻ മസാജ് ചെയ്യാനേ
അത് മേടിച്ചിട്ട് എയർ ഓയിൽ മേടിച്ചിട്ട് ഇത് ട്രയൽ ചെയ്ത് സക്സസ് ആവാണെങ്കിൽ ആ തലയ്ക്കും ചെയ്തുതരാം കേട്ടോ. സക്സസ് ആവട്ടെ. മൊട്ടച്ചി ആവാതിരുന്നാ മതിയായിരുന്നു. നോക്കാം. മൊട്ടച്ചി ഇടക്ക കോമഡി ഉണ്ടാവും. ഒന്നും ആവൂല. അല്ലെങ്കിൽ മുടി ഓളിയൊക്കെ ഉണ്ടടാ. മുടി അത്യാവശ്യം ഓളിയൊക്കെ ഉണ്ട്. പക്ഷേ നീളം വേണം, കൊഴിച്ചലുണ്ട്, കൊഴിച്ചൽ കുറയണം. ഉള്ളതെങ്കിലും മെയിൻറ്റെയിൻ ആയി പോണ്ടേ. കൊഴിഞ്ഞെന്ത് ചെയ്യും? പക്ഷെ വളരുന്നാ പറയണേ. മുടി വളരൂത്രേ. ഓരോ മുടിക്കും ഡെൻസിറ്റി വരൂത്രേ. ഗ്രേ ഹെയർ റിവേഴ്സ് ആവൂത്രേ. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരുപാട് മൂലികൾ ചേർത്തിട്ടുണ്ട് ഇത്രേ. നോക്കാം. ലെറ്റ് മീ ട്രൈ. നടക്കട്ടെ. വിജയിച്ച ഞാനും തേക്കാം. എന്റെ കഷണ്ടി തലയൊന്ന് കറുപ്പിച്ചെടുക്കണം. കഷണ്ടി തലയ്ക്ക് മുടി വളരുന്നുണ്ട്. അത് കഷണ്ടിയല്ല, മുടി കൊഴിച്ചിലാണ്. ആദ്യം ഇത് പ്രൂഫ് ആവട്ടെ, എന്നിട്ട് നമുക്ക് റെഗുലർ ആയിട്ട് വാങ്ങിക്കാലോ, എല്ലാവർക്കും യൂസ് ചെയ്യാലോ. ബോട്ടിൽ ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാനേ യൂസ് ചെയ്തിട്ടില്ല. ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഓയിൽ യൂസ് ചെയ്യാൻ. നല്ല മണം കേട്ടോ. ഒരുപാട് മരുന്നിൻ്റെ സ്മെല്ലുണ്ട്. ചെമ്പരത്തിയുടെ മണമുണ്ട്, പിന്നെ തുളസിയുടെ മണമുണ്ട്. ഇതിൽ കാണിച്ചിരിക്കേണ്ട ഐറ്റംസ് ഉണ്ടല്ലോ, ഒരുപാട് ചേർത്തിട്ടുണ്ട്. നെല്ലിക്ക ഉണ്ട്, അങ്ങനെ ഒരുപാട്. കറിവേപ്പില ഉണ്ട്. കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ നല്ല സൂപ്പർ. മണം എനിക്ക് ഇഷ്ടമായി. സാധനം വർക്കാവോ എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ. പക്ഷെ നല്ല പോസിറ്റീവ് റിവ്യൂസ്. ഈ അമ്മയ്ക്ക് 56 വയസ്സായത്ര. ഇതുവരെ ഡൈ അടിച്ചിട്ടില്ല അത്ര. ഈ ഓയിൽ അത്ര യൂസ് ചെയ്യുന്നു. ഓ, അമ്മ യൂസ് ചെയ്തിട്ട് വർക്ക് ആവുകയാണെങ്കിൽ മാത്രം ഇത് ആൾക്കാർ വാങ്ങിച്ചാൽ മതി കേട്ടോ. വാങ്ങിയത് പ്രൊമോഷൻ വീഡിയോ തന്നെ അല്ല. പ്രൊമോഷൻ വീഡിയോ അല്ല, ഒന്നുമല്ല. അത് ഞാൻ പറയാ. ഇതൊരു 3 ആൾക്കാർ ഇത് കണ്ടിട്ട് എങ്ങാനും ഇതിൽ ഇൻസ്പയർഡ് ആയി കഴിഞ്ഞിട്ട് വാങ്ങണതിന് മുമ്പ് ഈ റിസൾട്ട് ഇതാ കണ്ടിട്ട് വാങ്ങിച്ചാൽ മതി. അതെ, ഒരു 3 to 6 months ആണ് അവർ ഗ്യാരണ്ടി തന്നിരിക്കുന്നത്. അതായത് എങ്ങനെ ഇയാളത് അറിഞ്ഞതിനെ പറ്റി യൂട്യൂബിൽ വരെ അങ്ങനെ ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയൊക്കെ ഒരുപാട് മുടി കൊഴിയുന്നുണ്ട്. ഉള്ളതും പോകാൻ പാടില്ലല്ലോ. വളർന്നുണ്ടോ ഇല്ലയോ, കൊഴിയാൻ പാടില്ല ഉള്ളത്. പിന്നെ ഗ്രേ ഹെയർ, ഈ ടെൻഷൻ സ്ട്രെസ് കാരണം വരുന്നുണ്ട്. അതും റിവേഴ്സ് ആവും. നോക്കാം. അങ്ങനെ സക്സസ് ആവാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ വാങ്ങിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് തിരക്കുകളോട് കൂടി ഇന്നത്തെ ഒരു ദിവസം കൂടി കടന്നു പോയിരിക്കുകയാണ്. പാവക്കുട്ടിക്ക് അമ്മൂനുള്ള ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ വീഡിയോ എഡിറ്റ് ചെയ്യണം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ വർക്കിൻ്റെ മുകളിലാണ് 10-11 മണി വരെയെങ്കിലും എങ്ങനെയായാലും ആ വർക്ക് പോകും. നാളെ രാവിലെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് തന്നെ ചെയ്ത് അയച്ചു കൊടുക്കണം. കാരണം അമ്മൂനെ കൊണ്ട് നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാനുണ്ട്. ഒരു റിവ്യൂവും കൂടി ഉണ്ട് നമുക്ക് നടത്താൻ. അപ്പോൾ അതിന് നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ നാളെ ഫുൾ ബിസി ആയിരിക്കും. നാളത്തെ വ്ളോഗും ഭയങ്കര ബിസി വ്ളോഗായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.